نحن قد رضينا به مسلمين صلى عليه الله ما عمنا شذاه ما عمنا شذاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പ്രവാചക മുദ്ര മുൻകഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെയുള്ള ക്രൈസ്തവർ മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചക നിയോഗം അവർക്ക് ഉറപ്പായിരുന്നു. ആ നിയോഗത്തിന്റെ നാടിന്റെ പ്രത്യേകതകൾ, ഹിജ്റ പോകുന്ന പ്രദേശത്തിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ വേദക്കാർക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രവാചക മുദ്ര ആരിലെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞ് മറ്റു പല നാടുകളിൽ നിന്നും ആളുകൾ ജസീറത്തുൽ അറബിലേക്ക് എത്തിയിട്ടുണ്ട്. അഥവാ അവസാന പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട്. സൽമാനുൽ ഫാരിസി അദ്ദേഹം ഒരു പേർഷ്യൻ വംശജനാണ്. അഗ്നി ആരാധന നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ബാല്യം, ഒരിക്കലും അണയാത്ത ഒരു അഗ്നി, അതിന്റെ ചുറ്റും ഒരു യോഗിയെ പോലെ ഒരുപാട് കാലം അദ്ദേഹം കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തെ അതിന് നിർബന്ധിച്ചു. ചെറുപ്പത്തിൽ അഗ്നിയാരാധനയായിരുന്നു. ഇസ്ലാം ഫിത്രത്താണ്, ശുദ്ധ പ്രകൃതിയാണ്. ശുദ്ധ മനസ്സോടുകൂടെ സത്യത്തെ തേടുന്നവരുടെ മുന്നിൽ ഇസ്ലാം തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഈ അഗ്നിയാരാധന തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സത്യം അന്വേഷിച്ച് അദ്ദേഹം യാത്ര തിരിച്ചു. ഒരുപാട് ക്രൈസ്തവ പുരോഹിതന്മാരെ അദ്ദേഹം കണ്ടുമുട്ടി. തന്റെ നാട് വിട്ട് മറ്റു ദേശങ്ങളിലേക്ക് അദ്ദേഹം എത്തി. ബൈബിളിൽ ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരുടെ കൂടെ സഹവസിച്ചു. അവരിൽ നിന്ന് പ്രവാചകനെ കുറിച്ച്, വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച്, ആ പ്രവാചകന്റെ അടയാളങ്ങൾ, അതെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം സിറിയയിലെത്തുന്നുണ്ട്. അവസാനം അദ്ദേഹം മദീനയിൽ എത്തിപ്പെട്ടു. മദീന എത്തിയ ഉടൻ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഇത് അവസാന പ്രവാചകന്റെ ഹിജ്റയുടെ ഭൂമിയാണ്, ഹിജ്റ വന്നെത്താനുള്ള നാടാണ്. അങ്ങനെ ഒരിക്കൽ ഒരു ഈത്തപ്പന മരത്തിന്റെ മുകളിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി എന്ന വാർത്ത അദ്ദേഹം അറിയുന്നത്. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് അദ്ദേഹം പോകുന്നുണ്ട്. ഇത് പ്രവാചകനാണ്, അന്തിമ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ അടയാളങ്ങൾ വേദങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ പുരോഹിതന്മാരിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു പാത്രം റുത്തബുമായി, ഈത്തപ്പഴവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ചെല്ലുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ഹാദ, ഇതെന്താണ്? അദ്ദേഹത്തിന്റെ മറുപടി, ഇത് സ്വതക്കയാണ്. നിങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വതക്കയാണ്. അപ്പൊ സ്വതക്കയുടെ മുതൽ അത് പ്രവാചകന്മാർ ഭക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഫഇന്ന ലാ നഅകുലു സ്വതക്ക, ഞങ്ങൾ സ്വതക്ക, പ്രവാചകന്മാർ, പ്രവാചക കുടുംബം സ്വതക്ക ഭക്ഷിക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായി, പ്രവാചകന്റേതായ ആ ഗുണം ഈ വ്യക്തിയിലുണ്ട്. പിന്നീട് ഹദിയയുമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് എത്തി. ഹദിയ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചു. അതിനുശേഷം ഒരിക്കൽ ബഖീയിൽ ഒരു സഹാബി മരണപ്പെട്ട് മറമാടുന്ന കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ്. വലിയ ഉഹദ് പർവ്വതം കണക്കെ വലിയ പർവ്വത സമാനമായ പുണ്യങ്ങൾ നേടാൻ കഴിയുന്ന അമലാണ്.
സ്വഹാബത്ത് അവിടെയുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുണ്ട്. സൽമാനുൽ ഫാരിസി അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും നടക്കുകയാണ്. എന്തിനാണ്? പ്രവാചക മുദ്ര അന്വേഷിച്ചുകൊണ്ടാണ്. പ്രവാചകനാണെങ്കിൽ പ്രവാചകന്റെ ശരീരത്തിൽ പ്രവാചക മുദ്ര ഉണ്ടാകണം. അതിന്റെ രൂപം എങ്ങനെയെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുണ്ടോ എന്നറിയാനാണ് ആ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ ഒരു പുതപ്പുണ്ട്. ആ പുതപ്പ് റസൂലുള്ളാഹി മാറ്റി സുമ്മ നളറ ഇലൽ ഖാത്തം അല ലഹരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സൽമാനുൽ ഫാരിസി പ്രവാചകന്റെ മുതുകിലേക്ക് നോക്കി പ്രവാചക മുദ്ര അദ്ദേഹം കണ്ടു. ഫആമന ബിഹി, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു. പറയും സ്വഹാബികൾ പ്രവാചക മുദ്ര കണ്ടത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമ നിൽക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ പിറകിൽ നിന്ന് കണ്ട ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചക മുദ്രയുടെ വലിപ്പം മഹാനായ ജാബിർ ഇബ്നു സമുറ അദ്ദേഹം പറയുന്നു, റഅയ്തു, ഞാൻ കണ്ടു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചക മുദ്ര, അത് ഞാൻ കണ്ടു. ഫീ ലഹരി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിൽ. കഅന്നഹു ബൈളതു ഹമാമിൻ, ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പമായിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇടത് ചുമലിന്റെ പിറകിൽ, ഇടത് ചുമലിൽ ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിലുള്ള ഒരു മാംസക്കഷ്ണം. യുഷ്ബിഹു ജസദഹു, അഥവാ ശരീരത്തിന്റെ നിറം പോലെ തന്നെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഏത് നിറമാണോ? വെളുപ്പ് നിറമാണ്, ചുവപ്പ് കലർന്ന ഒരു വെളുപ്പ് നിറം. അതേ നിറത്തിൽ തന്നെയായിരുന്നു മുതുകിലുള്ള പ്രവാചക മുദ്ര. അപ്പൊ വേറൊരു നിറമല്ല. ചില ആളുകളുടെ ശരീരത്തിൽ വെള്ളയിൽ കറുപ്പ് പാടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് ഒരു കറുത്ത ഒരു നിറമാണെങ്കിൽ വെളുത്ത ചില പാടുകൾ, അങ്ങനെ പല രൂപത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതൊരു മാംസക്കഷ്ണമാണ്, അതൊരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പമാണ്. എന്നാൽ തോലിന്റെ ശരീരത്തിന്റെ നിറം ഏതാണോ അതേ നിറം തന്നെയാണ് പുറത്ത് ഉന്തി നിൽക്കുന്ന, ഒരല്പം പൊന്തി നിൽക്കുന്ന രൂപമായിരുന്നു. കാന ഫീ ലഹരിഹി ബൈലത്തുൻ നാഷിസ, മുതുകിൽ തെളിഞ്ഞു കാണുന്ന രൂപത്തിലൊരു ഒരു തിളർപ്പ് പോലെ, ഒരു തിണർപ്പ് പോലെയുള്ള ഒരല്പം ഉന്തി നിൽക്കുന്ന രൂപമായിരുന്നു ആ പ്രവാചക മുദ്രക്കുണ്ടായിരുന്നത്. അല്പം രോമങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. ജനിച്ച സമയത്ത് പ്രവാചക മുദ്രയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ അസ്സഅദിയയുടെ വീട്ടിൽ കഴിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ നെഞ്ചു പിളർന്ന സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. മലക്കുകൾ വന്നു, നെഞ്ച് പിളർത്തി ഹൃദയം ശുദ്ധമാക്കി. ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു ഹല്ല്, ഒരു ഭാഗം അത് പുറത്തേക്ക് ഒഴിവാക്കുകയും ചെയ്തു. പലതവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർന്നത് ചരിത്രത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. ആ നെഞ്ച് പിളർന്ന സംഭവത്തിന് ശേഷമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പ്രവാചക മുദ്ര ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രവാചക മുദ്രയെക്കുറിച്ചാണ്. ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പമുള്ള, ശരീരത്തിന്റെ അതേ നിറമുള്ള, ഒരല്പം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രൂപത്തിലുള്ള മാംസക്കഷ്ണം. ഏതാനും രോമങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പല സ്വഹാബികൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ കണ്ട് അവർ ഹദീസുകളിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചു നൽകി. ഇൻഷാ അല്ലാഹ് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.